നമ്മളെല്ലാവരും ഒരു ഇവന്റിന് ഇൻവൈറ്റ് ചെയ്യണം. നമ്മളെന്ന് പറയുമ്പോൾ നിങ്ങളും കൂടി ഉണ്ട് കേട്ടോ ഇതില്. സോ ടീച്ചർ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്ന് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ നേരെ സ്റ്റുഡിയോയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എൻ്റെ പേര് ഷൈനി എന്നാണ്. ഞാനൊരു ആർട്ടിസ്റ്റാണ്. പെയിന്റിങ്സിലാണ് ഞാൻ കൂടുതൽ എക്സ്പേർട്ട്. ആക്രിലിക്കും ഓയിലും ആണ് കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഓയിലാണ്. പിന്നെ വാട്ടർ കളർ ചെയ്യും, മ്യൂറൽ ചെയ്യും, അങ്ങനെയുള്ള ഒരുവിധമുള്ള എല്ലാ അബ്സ്ട്രാക്ട്, റിയലിസ്റ്റിക്, അങ്ങനെയുള്ള എല്ലാം തന്നെ ഞാൻ ചെയ്യാറുണ്ട്. കൂട്ടത്തിലെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അല്ല അസാധ്യ ഒരു ആർട്ട് ടീച്ചർ. അതെ, എൻ്റെ അച്ഛൻ ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ നാഷണൽ അവാർഡ് വിന്നറും കേരളത്തിലെ ഏക ശില്പഗുരു അവാർഡ് വിന്നറാണ്. ഫസ്റ്റ്. അപ്പോൾ അച്ഛൻ ക്രാഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. വീട്ടിലെല്ലാം ഒരു ആർട്ട് ക്രാഫ്റ്റ് പരമായിട്ടുള്ള അന്തരീക്ഷമാണ്. അങ്ങനെ സെൽഫ് ലേൺ ആണ്. അപ്പോൾ അതിൽ നിന്ന് ഗ്രാജുവലി ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അച്ഛന്റെ ഗൈഡൻസ് ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. ശില്പവുമായി ബന്ധപ്പെട്ട സ്കെച്ചസ് അച്ഛൻ ഇടും, അതിലെ തെറ്റുകൾ കാണിച്ചു തരും. പക്ഷെ എനിക്ക് അതിനെയും കാട്ടി കൂടുതൽ ഇഷ്ടം നേച്ചറാണ്. അപ്പോൾ ഞാൻ റിയലിസ്റ്റിക് ആയിട്ടുള്ള നേച്ചർ, ലാൻഡ്സ്കേപ്പ് പരമായിട്ടുള്ള ചിത്രങ്ങളാണ് കൂടുതലും വരയ്ക്കുന്നത്. അതുകൊണ്ടായിരിക്കും ടീച്ചറിന്റെ ഇൻസ്റ്റാ പേജ് കാണുമ്പോൾ അതിൽ കൂടുതൽ പൂക്കൾ, അങ്ങനെയുള്ള പെയിന്റിങ്സ് ആണ് കൂടുതൽ. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എല്ലാം ഇഷ്ടമാണ്. വൃക്ഷങ്ങള്, പൂക്കള്, പക്ഷികള്, അങ്ങനെ എല്ലാം. എനിക്ക് പ്രകൃതി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. മലകള്, സിറ്റി ലൈഫിനിടയിൽ നമുക്ക് അധികം കാണാൻ പറ്റാത്ത പച്ചപ്പ്, പരിതാപം. ഓക്കെ, അപ്പൊ അതിലാണ് കൂടുതൽ ഫോക്കസ്. കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് തന്നെയാണോ ക്ലാസ് എടുക്കാറ്? വീട്ടിലാണ്. ഓൺലൈൻ ക്ലാസ്സസ് ആണ് കൂടുതലും. മന്ത്ലി ഒരു ഓഫ്ലൈൻ ക്ലാസ് ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ പുറത്തുണ്ട്, US, ഓസ്ട്രേലിയ, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലും കുട്ടികളെ എനിക്ക് ഓൺലൈൻ ക്ലാസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ. ഓഫ്ലൈനിൽ വെച്ച് എൻ്റെ വീട്ടിൽ വരാൻ സാധിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ഓഫ്ലൈൻ ആയിട്ട് എടുക്കും. പുറത്തുള്ള കുട്ടികളും വെക്കേഷനിൽ നാട്ടിൽ വരുന്ന സമയത്ത് അവർ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. ടീച്ചറിന്റെ ഫോക്കസ് നേരെ കൂടുതൽ ലാൻഡ്സ്കേപ്സിലാണ്. അപ്പൊ അതുപോലെ തന്നെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഓരോ ഇൻട്രസ്റ്റ് ഏരിയ ഉണ്ടാവും. ഈ ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത്? അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണോ അതോ ടീച്ചറിന്റെ ഒരു രീതിയിലാണോ പഠിപ്പിക്കുന്നത്? അല്ല, വരുന്ന കുട്ടികൾക്ക് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് കുറെ വിട്ടുകൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ആർട്ടിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോകും, അവരുടെ ഫോക്കസ് അങ്ങ് പോകും. അപ്പോൾ ആദ്യം അവരെ വരയ്ക്കാനായിട്ട് പഠിപ്പിക്കും. പിന്നെ അവർ കുറച്ച് വരച്ച് പ്രാക്ടീസായി വരുമ്പോഴത്തേക്ക് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഞാൻ അവരെ ഫ്രീ ആയിട്ട് അങ്ങ് വിടുക ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പിക്ചേഴ്സ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കൊടുക്കാറുണ്ട്. കോൺഫിഡൻസും ഉണ്ട്, ഫ്രീഡം ഉണ്ട്. ആർട്ടിൽ ഫ്രീഡം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇൻസ്റ്റയിലാണല്ലോ കൂടുതലും പെയിന്റിംഗ് പോസ്റ്റ് ചെയ്യുന്നത്. എന്താ ഇൻസ്റ്റാ പേജിന്റെ പേര്? ഷൈനി മഹീന്ദ്രൻ. കൂടുതലും നാട്ടിലുള്ള ആൾക്കാരാണോ ഫോറിനേഴ്സ് ആണോ ഇത്തരം പെയിന്റിങ്സിനോട് ഡിമാൻഡ് കൂടുതൽ കാണിക്കണേ? ഫോറിനേഴ്സ് ആണ് കൂടുതൽ അന്വേഷിച്ചവര്. കാര്യം അവർക്ക് ഒറിജിനൽ ആർട്ടിസ്റ്റ് വരച്ച പെയിന്റിങ്സ് ആണ്. ഒരു ഡ്യൂപ്ലിക്കേറ്റിനോട് താല്പര്യമില്ല. അവര് ശരിക്കും ആർട്ടിസ്റ്റ് വരച്ചത് ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സെയിൽ എനിക്ക് ഒരുപാട് നടന്നിട്ടുണ്ട്. കാര്യം എന്റെ പെയിന്റിങ് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ഒരുപാട് പേര്. ഡോളേഴ്സിൽ ചാർജ് ചെയ്യോ അതോ റുപ്പീസിൽ ചാർജ് ചെയ്യോ? വരുന്നവരെല്ലാം റുപ്പീസിൽ തന്നെയാണ്. ടീച്ചറിന്റെ പെയിന്റിങ്സും കുട്ടികളുടെ പെയിന്റിങ്സും ഒക്കെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു എക്സിബിഷൻ വരാൻ പോവാന്ന് അറിഞ്ഞു. നാളെയാണ്. നാളെ എന്തൊക്കെയാണ്? 25-ാം തീയതി മുതൽ 28-ാം തീയതി വരെയാണ്. രാവിലെ 10 മണി തൊട്ട് 6 മണി വരെയാണ് എക്സിബിഷൻ. ഒത്തിരി നേരത്തെ വന്നാൽ സൗകര്യപൂർവ്വം കാണാം. ഏതാണ്ട് ഒരു 40-50 പെയിന്റിങ്ങോളം ഉണ്ട്. കുട്ടികൾ വരച്ചതും ആയിട്ട് ഓരോരുത്തരും 10-20 പെയിന്റിങ്ങോളം വരച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു എൻകറേജ്മെന്റ് ആണ്. കാര്യം വരച്ചിട്ട് അവരുടെ പെയിന്റിംഗ് ഒന്നും വീട്ടിൽ ആയി പോകുന്നില്ല. പബ്ലിക്കിന് കാണാൻ വേണ്ടിയിട്ട് അവരുടെ 5 വർഷത്തെ എഫേർട്ടാണ്. 5 വർഷം പഠിച്ചിട്ട് അവരുടെ പെയിന്റിങ് പബ്ലിക്കിന് മുന്നിൽ എക്സിബിറ്റ് ചെയ്യാണ്. അതിൽ ഒരാള് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവന്തിക. രണ്ടാമത്തെ ആള് ഇഷാൻ 9ൽ പഠിക്കുന്നു, ലയോളയില്. അവന്തിക വന്നിട്ട് അബുദാബിയിലാണ്. ആള് വെക്കേഷന് വന്നപ്പോഴത്തേക്കാണ് ഈ എക്സിബിഷൻ ചെയ്യുന്നത്. എന്റെ ഓൺലൈൻ സ്റ്റുഡന്റ് ആണ്. വെന്യൂ എവിടെയാണ്? വെന്യൂ വന്നിട്ട് വൈലോപ്പള്ളി സംസ്കൃതി ഭവന്, അവിടെ ലളിത കലാ അക്കാദമിയുടെ ഒരു ഹാളുണ്ട്, അതിനുള്ളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം താങ്ക് യു ടീച്ചർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. കുട്ടികളും ടീച്ചറും കൂടെ അങ്ങ് പൊളിക്കുക. ഞങ്ങളുടെ ഒക്കെ പ്രസൻസ് ടീച്ചർ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യരുത് കേട്ടോ. 25 to 28 വരെയാണ് ഈ ആർട്ട് എക്സിബിഷൻ നടക്കുന്നത്. ദിസ് ഇസ് ഹാപ്പനിങ് അറ്റ് ചിത്രശാല ആർട്ട് ഗാലറി, കേരള ലളിത കലാ അക്കാദമി, വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ, തിരുവനന്തപുരം. നാളെ 25-ാം തീയതി വൈകിട്ട് 4:30 ഇതിന്റെ ഇനോഗ്രേഷൻ നടക്കുക കേട്ടോ.